ഹലോ. അപ്പം ഇന്നലത്തെ ഡബിൾ ഹെഡറിൽ ആക്ച്വലി എന്താ പറയുന്നത്, ഒന്നും പറയാനില്ല. കാരണം പഞ്ച ആ, നമ്മുടെ ഡൽഹി ഫസ്റ്റ് ബാറ്റ് ചെയ്ത് അത്രയും നല്ലൊരു ടാർഗറ്റ് വെച്ചിട്ട് പഞ്ചാബ്, എനിക്ക് തോന്നുന്നു, വളരെ ഈസി അല്ലെങ്കിൽ ഒരു കേക്ക് വാക്ക് എന്ന് പറയുന്ന രീതിയിലാണ് കളി ജയിച്ചു പോയത്. അപ്പം ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കെ എൽ രാഹുലിനെ ഓർത്ത് സങ്കടമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഈ ഇടയ്ക്ക് ലൈഫ് ടൈമിലൊരു ബെസ്റ്റ് ഇന്നിങ്സ്, T20 ബെസ്റ്റ് ഇന്നിങ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇന്നിങ്സാണ് പുള്ളി കളിച്ചത്. ഒരു 150ക്ക് മേളിലൊരു സ്കോർ T20 അടിക്കുക എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നമുക്കറിയാം. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ കളി കണ്ട ഒരു സമയത്ത് ഓർത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് വേണമെങ്കിൽ ഗെയിലിൻ്റെ 175 എന്നുള്ള IPL റെക്കോർഡ് തൂക്കായിരുന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും 150 ഈസ് എ വെരി ഡീസൻറ്റ് സ്കോർ ഫോർ 2020 ഇന്നിങ്സ്. അപ്പം അങ്ങനെ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം 2 വിക്കറ്റേ പോയുള്ളായിരുന്നു DC-ക്ക്. 260+ അവർ ടാർഗറ്റ് വെച്ചു. അപ്പം ഞാൻ ആ കളി കണ്ടപ്പം തന്നെ ഞാൻ ഏകദേശം 150 വെച്ചിട്ടൊരു ചാൻസ് ഞാൻ വെച്ചതാണ്. മാക്സിമം DC ജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇങ്ങേ സൈഡിൽ പഞ്ചാബും ശ്രേയസ് അയ്യർ നിൽക്കുമ്പം അത് ഒരു ഓവർ കോൺഫിഡൻസ് അല്ലേ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചിരുന്നു. അപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി. പഞ്ചാബ് വളരെ മനോഹരമായിട്ട് തന്നെ അത് ചേസ് ചെയ്തിരിക്കുന്നു. ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു ശ്രേയസ് അയ്യർ ആൻഡ് ഹിസ് ടീം. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടീമിലും അവർ മത്സരിച്ച് ക്യാച്ചുകൾ വിട്ടു. ക്യാച്ചസ് വിൻ മാച്ചസ് എന്നാണല്ലോ. അപ്പം നമ്മൾ അതിൻ്റെ അർത്ഥം എന്തായാലും കറക്റ്റായിട്ട് നമ്മൾ ഇന്നലെ കളി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ആ ക്യാച്ച് വിട്ടവരെല്ലാം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. ക്യാച്ച് എടുക്കാത്തവരുടെ അവസ്ഥ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ശശാങ്ക് സിംഗ്, പുള്ളിയുടെ ടീം കളി ജയിച്ചുകൊണ്ട് പുള്ളി നൈസായിട്ട് രക്ഷപ്പെടും. പക്ഷേ അതുപോരാ. കഴിഞ്ഞ 2 കളിയായി പുള്ളി ഇപ്പോൾ ഇങ്ങനെ ക്യാച്ചിൻ്റെ കാര്യത്തിൽ കളിക്കുന്നു. അപ്പം ഇങ്ങേ സൈഡിൽ കരുൺ നായരായിരിക്കും ഒരു എന്താ പറയുക റിസീവിങ് എൻഡിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ. അപ്പം പുള്ളി ക്രിക്കറ്റിനോടൊരു ചാൻസ് തരുമോ എന്ന് ചോദിച്ചു. പുള്ളിക്ക് കൊടുത്ത ചാൻസൊക്കെ മാക്സിമം അവിടെ ഇവിടെയൊക്കെ മുതലാക്കി. എനിക്ക് തോന്നുന്നില്ല പുള്ളി ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വീണ്ടും കളിക്കാൻ പറ്റുന്നൊരു ചാൻസ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ രണ്ടാമത് നമുക്ക് പറയാനുള്ള നമ്മുടെ കുഞ്ഞിപ്പയ്യൻ വൈഭവും സെഞ്ചുറി അടിച്ചു. അതും ഒരു ലോസിങ് കോസിലായിപ്പോയി അൺഫോർച്ചുനേറ്റ്ലി. കാരണം ഈ നമ്മുടെ രാജസ്ഥാൻ്റെ ഇവിടുത്തെ ജയ്പൂരിലെ ഹോം ഗ്രൗണ്ടിൽ ആദ്യത്തെ മത്സരമായിരുന്നു. നമുക്ക് ട്രഡീഷണലി അതൊരു സ്മോൾ ഗ്രൗണ്ടാണ്. അപ്പം ബൗണ്ടറീസ് എല്ലാം തീരെ ചെറുതാണ്. വൈഭവ് സൂര്യവംശി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിൽ സെഞ്ചുറി അടിച്ച ഇതേ ഗ്രൗണ്ടിൽ തന്നെയായിരുന്നു 36 ബോളിൽ. അപ്പം ഈ ഒരു കളിയിലും പുള്ളി ഏകദേശം അങ്ങനെ ഒരു പെർഫോമൻസ് റിപ്പീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് ജയ്പൂരിലെ ഫസ്റ്റ് കളിയിൽ തന്നെ. അപ്പം പതിവ് പോലെ തന്നെ ബംഗാളിയെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന പോലെ പാവ ആ ചെറുക്കനെ കൊണ്ട് ബാലവേല ചെയ്യിച്ച് രാജസ്ഥാൻ നല്ലൊരു ടോട്ടൽ കയറ്റിയെടുത്തു. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപ്റ്റൻ റിയാൻ പരാഗ് വെറും ഒരു പാഴ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആരെങ്കിലും കളിച്ച ടീം ജയിക്കും. പക്ഷേ പരാഗ് എന്താണ് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് ദൈവത്തിനറിയാം. വീണ്ടും രാജസ്ഥാന് ഇങ്ങനെ ഇത്രയും കോടികൾ കൊടുത്ത് റീറ്റെയിൻ ചെയ്യുമോ, ക്യാപ്റ്റനാക്കുമോ സീസൺ കഴിയുമ്പോൾ എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. അപ്പം രാജസ്ഥാൻ തോക്കാനുള്ള പ്രധാന കാരണം എനിക്ക് തോന്നുന്നു വൈഭവിനെ കൂടാണ്ട് വേറൊരു ബാറ്റ്സ്മാൻമാരിൽ നിന്ന് കാര്യമായ കോൺട്രിബ്യൂഷൻസ്, ധ്രുവ് ജുറലിനെ വൈഭവിനെ കൂടാണ്ട് വേറെ ബാറ്റ്സ്മാൻമാരിൽ നിന്ന് കാര്യമായ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായില്ല. ഈവൻ ബോളേഴ്സ് ആണെങ്കിൽ പോലും ജോഫ്ര ആർച്ചറാണ് മികച്ചു നിന്നത്. ഇങ്ങേ സൈഡിൽ ഹൈദരാബാദിൻ്റെ ആദ്യത്തെ വിക്കറ്റ് ഫസ്റ്റ് ഓവറിൽ തന്നെ അവർക്ക് എടുക്കാൻ പറ്റിയെങ്കിലും നമുക്കറിയാം ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും കൂടെ വരുന്ന പാർട്ട്ണർഷിപ്പ് വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പായിരുന്നു. അത് വീണ്ടും പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പം എന്തായാലും ഇന്നലെ നടന്ന 2 കളിയിലും 2 സെഞ്ചുറി, 2ഉം ലോസിങ് കോസിൽ. നമുക്ക് എന്തായാലും ഇന്നത്തെ ഡബിൾ ഹെഡറിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.